ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ, നമ്മുടെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രമായ ശ്രീ കുറ്റിക്കാട്ട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഏപ്രിൽ 24. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുംഭകുട ഘോഷയാത്രയാണ് നിങ്ങൾ എനിക്ക് കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. ആൾ ശൂലം കുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏട്ടൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ കരകാട്ട് ടീമിലുണ്ടായിരുന്നു. അപ്പം ആ കരകാട്ടും അതിൻ്റെ കൂടെ ശൂലവും കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനെ കണ്ടുകൊണ്ട് ചേച്ചി അങ്ങോട്ട് ഓടി ചെല്ലുവാണ് കേട്ടോ. ശൂലമൊക്കെ കുത്തിയേക്കുന്നത് കണ്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് പൈസ ഇടിപ്പിക്കുന്നുണ്ടായിരുന്നു, നേർച്ച ഇടുന്നുണ്ടായിരുന്നു. അത് കണ്ടില്ലേ. അപ്പോൾ കുറച്ച് നേരം ചേട്ടനോടും വർത്താനം പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ നേരെ ജംഗ്ഷനിലോട്ട് വന്നു കേട്ടോ. നമ്മൾ ജംഗ്ഷനിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറ്റിക്കാട്ടച്ചൻ സ്മാരക കുംഭകുട സമിതിയുടെ പാട്ടമ്പലക്കാരുടെ കുടവായിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പോൾ അവരുടെ പാട്ടമ്പലത്തിൽ നിന്ന് അവർ വിളിച്ചിരിക്കുന്ന ആന നമ്മുടെ അമ്പാടി ബാലനാരായണൻ എന്ന് പറഞ്ഞ ഒരു ആനയാണ് കേട്ടോ. അവൻ ആ ഒരു കുടത്തിനനുസരിച്ച് ആ ഒരു പാട്ടിനും മേളത്തിനും അനുസരിച്ച് അവനും തലയെടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അവനും അത് ആസ്വദിക്കുന്നുണ്ടെന്ന് ആ ഒരു നിൽപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ നമ്മളും ആ കൂടെ നിന്ന് ആ ഒരു പാട്ടും മേളവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഒരു പാട്ടമ്പലത്തിൻ്റെ ആ ഒരു ഫുൾ സെറ്റ്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ കാഴ്ച കാണുന്നത് നമ്മുടെ ചേച്ചി ജംഗ്ഷൻ ആണെന്ന് പറയുന്നത് പുള്ളിക്കാരി ഫുൾ പവറായിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ വണ്ടിയൊക്കെ കയറി അതിൻ്റെ ഇടയ്ക്ക് പോകുമായിരുന്നു. ആളത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു ആ കൂട്ടത്തിൽ നിന്ന് കൊച്ചിൻ്റെ ആയിരുന്നു കേട്ടോ പാവയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. അന്നേരം കണ്ട കാഴ്ചയാണ് ഈ ഒരു പേപ്പർ കണ്ടോ, അത് സ്പ്രേ ചെയ്യുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ തന്നെ കേട്ടോ. പല കളറുള്ള പച്ചയും ചുവപ്പും നീലയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെണ്ടാട്ടവും കൂടെ കണ്ടു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് കേട്ടോ. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ഓരോ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉത്സവം ഈ ഒരു വർഷത്തെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്